ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് പറഞ്ഞാൽ ഒരു നാടൻ മാമ്പഴം വെച്ചൊരു അടിപൊളി റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നല്ല മാമ്പഴമൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം അതിൻ്റെ തൊലിയൊക്കെ നമുക്കിങ്ങനെ ഉരിഞ്ഞെടുക്കാം. നാടൻ മാമ്പഴം ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഉരിഞ്ഞെടുക്കാനേ പറ്റത്തുള്ളൂ. അതിനുശേഷം അത് കൈ കൊണ്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയോ എങ്ങനെയെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഈ നാടൻ മാമ്പഴം ആയതുകൊണ്ട് ഇത് പിഴിഞ്ഞെടുക്കാനേ പറ്റത്തുള്ളൂ, എന്നാലേ മാംസം അതിൻ്റെ പൽപ്പൊക്കെ നമുക്ക് ശരിക്കും കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ മാമ്പഴം എല്ലാം റെഡിയാക്കി പിച്ചാത്തി കൊണ്ട് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചുരണ്ടി എടുക്കുകയും ചെയ്തു. അപ്പം കുറച്ചൊക്കെ മാംസം കൂടെ അതിനകത്തുള്ളതെല്ലാം വീഴാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ പൽപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഉരുളിയൊക്കെ വെച്ച് തീയൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഉരുളി നല്ലപോലെ ചൂടാകുമ്പോൾ ഒരു ചെറിയ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 3 ഗ്ലാസ് പഞ്ചസാര കൂടെ 1 ഗ്ലാസ് വെള്ളം, ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് അലിയിച്ചെടുക്കണം. ഈ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുത്താൽ മതി, ഈ കമ്പിപ്പതോ അങ്ങനെയൊന്നും വേണ്ട. അങ്ങനെ അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആ മാംഗോ പൽപ്പൂടെ അതിനകത്ത് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ആദ്യം തീ നല്ലപോലെ കൂട്ടി വയ്ക്കുക, പിന്നെ മീഡിയം തീയിലങ്ങ് വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ വിടാൻ പാടില്ല, കൈ വിടാതെ ഇളക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ അടി പിടിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. കണ്ടോ, ഇപ്പോൾ തിളച്ചിട്ടുണ്ട് ഏകദേശം. ഇപ്പോൾ തിളച്ച് വരുമ്പം നമുക്കൊരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 3-4 നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ മാറ്റി ആ ജ്യൂസ് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കണം. അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ നല്ലപോലെ ഇതായി പോകണം. വാട്ടർ കണ്ടൻറ്റ് പാടില്ല. അതുകൊണ്ട് നല്ലപോലെ വെള്ളം അതിനകത്ത് നല്ല വറ്റിച്ചെടുക്കുകയാണ് നമ്മളിപ്പം. അപ്പം ഇങ്ങനെ വറ്റിച്ച് അപ്പോൾ ഇതൊക്കെ പയ്യെ ഇളക്കി വറ്റിച്ചെടുത്ത ശേഷം നമ്മളിപ്പം തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നല്ലപോലെ തണുത്ത ശേഷം ഒരു കുപ്പി ജാറിനകത്ത്, ഒരു ബോട്ടിലിനകത്തോട്ട് സൂക്ഷിച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്താക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ആരെങ്കിലുമൊക്കെ വരുമ്പം നമുക്കൊരു ജ്യൂസൊക്കെ കലക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് പൽപ്പെടുക്കുക, കുറച്ച് ഐസ് കട്ടയും കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് മിക്സി ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള മാംഗോ സ്ക്വാഷ് അല്ലെങ്കിൽ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.